എ.ആർ. റഹ്മാൻ ഓസ്കാർ ഉൾപ്പെടെ നിരവധി ലോകോത്തര പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തിലെ ജയ് ഹോം പാട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം കമ്പോസ് ചെയ്തതല്ലെന്ന് വെളിപ്പെടുത്തി രാം ഗോപാൽ വർമ്മ. ഗായകൻ സുഖ്വിന്ദർ സിംഗ് ആണ് പാട്ട് ചിട്ടപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ ഫിലിം കമ്പാനിയൻ നൽകിയ അഭിമുഖത്തിലാണ് രാം ഗോപാൽ വർമ്മ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. 2008 സുഭാഷ് ഘായിയുടെ സംവിധാനത്തിൽ സൽമാൻ ഖാനും കത്രീന കൈഫും മുഖ്യവേഷങ്ങളിലെത്തിയ യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം ജയ് ഹോ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത്. സുഖ്വിന്ദർ സിംഗ് ആണ് പാട്ടിനു പിന്നിൽ. പാട്ടൊരുക്കുന്ന വേളയിൽ റഹ്മാൻ ലണ്ടനിലായിരുന്നു. സുഭാഷ് ഘായ് ആകട്ടെ എത്രയും വേഗം പാട്ട് ചിത്രീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അദ്ദേഹം തിരക്ക് കൂട്ടിയതിനാൽ റഹ്മാൻ പാട്ട് ചിട്ടപ്പെടുത്താൻ സുഖ്വിന്ദറിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ജയ് ഹോ ഈണം സൃഷ്ടിച്ചത്. എന്നാൽ ഈ ഗാനം യുവരാജ് എന്ന ചിത്രത്തിന് അനുയോജ്യമല്ലെന്ന് നിർമ്മാതാവ് തീരുമാനിച്ചു. അങ്ങനെ ചിത്രത്തിൽ നിന്ന് പാട്ട് ഒഴിവാക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തിനു വേണ്ടി റഹ്മാൻ ഈ പാട്ട് ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ തന്നിൽ നിന്നും കോടികൾ പ്രതിഫലം വാങ്ങിയ റഹ്മാൻ സുഖ്വിന്ദർ ചിട്ടപ്പെടുത്തിയ ഈണമാണ് തനിക്ക് നൽകിയതെന്നറിഞ്ഞപ്പോൾ സുഭാഷ് ഘായ് പൊട്ടിത്തെറിച്ചു. എന്തു ധൈര്യത്തിലാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്ന് ചോദിച്ച് കയർത്ത സംവിധായകന് മഹത്തായ മറുപടിയാണ് റഹ്മാൻ നൽകിയത്. സർ, നിങ്ങൾ എന്റെ പേരിനാണ് പണം നൽകുന്നത്, എന്റെ സംഗീതത്തിനല്ല. എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എന്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അതെന്റെ പേരിൽ തന്നെയാകും. എന്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാകും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും. അത് എന്റെ പേരിൽ വന്നാൽ ആ ഈണം എന്റേതാണെന്ന് എഴുതപ്പെടും എന്നായിരുന്നു റഹ്മാന്റെ പ്രതികരണമെന്ന് രാം ഗോപാൽ വർമ്മ പറഞ്ഞു. 2009 ഡാനി ബോയ്ൻ സംവിധാനം ചെയ്ത സ്ലം ഡോഗ് മില്യണയർ പുറത്തിറങ്ങിയത്. ഗുൽസാർ, തൻവി എന്നിവർ ചേർന്നായിരുന്നു ഗാനരചന. എ.ആർ. റഹ്മാൻ, സുഖ്വിന്ദർ സിംഗ്, തൻവി, മഹാലക്ഷ്മി അയ്യർ, വിജയ് പ്രകാശ് എന്നിവർ ചേർന്ന് ഗാനം ആലപിച്ചു. പാട്ടൊരുക്കുന്ന വേളയിൽ കോവിഡ് ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നുവെന്നും താൻ ലണ്ടനിലും ഗാനരചയിതാക്കളും ഗായകരും മറ്റു പല ഇടങ്ങളിലുമായിരുന്നുവെന്നും റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2009 മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് ജയ് ഹോ ഓസ്കാർ നേടിയത്. ഇപ്പോൾ പാട്ടിനെ കുറിച്ചുള്ള രാം ഗോപാൽ വർമ്മയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.